നമസ്കാരം, എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഞാനൊരു ട്രഡീഷണൽ പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 കപ്പ് എടുത്ത് അരിപ്പയിലിട്ടിട്ട് മിച്ചമുള്ള റം എടുത്ത് മാറ്റി വെച്ചു. ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് കുറച്ച് നട്ട്സ്, അതായത് 1/4 കപ്പ് ഞാൻ കാഷ്യൂനട്ടും 1/4 കപ്പ് ബദാമുമാണ് എടുത്തത്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അത് ഇതിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി കേക്ക് മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 100 ഗ്രാം ബട്ടർ എടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്നതാണ്. ബട്ടർ എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തു. ബീറ്റർ ഉണ്ടെങ്കിൽ, ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ നല്ലത്. അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി വെക്കണം. ഇനി 2 മുട്ടയാണ് ആവശ്യം. ഓരോ മുട്ടയായിട്ട് വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം. അത് കഴിഞ്ഞ് വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇതിലേക്ക് കാരമൽ സിറപ്പ് ഒഴിക്കണം. അതൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടണം. ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ മൈദയാണ് എടുത്തത്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയുണ്ട്, ബേക്കിംഗ് പൗഡറുണ്ട്, 1/4 ടീസ്പൂൺ വെച്ച് ജാതിക്ക, ഗ്രാമ്പൂ, ഏലക്ക പൊടിച്ചതുണ്ട്, ഒരു 1/2 ടീസ്പൂൺ സിനമൺ പൗഡറും ഉണ്ട്. അതൊരു പകുതിയായി എടുത്ത് ഈ ബാറ്ററിലോട്ടിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് മിച്ചം ഉണ്ടായിരുന്ന റമ്മിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് മിക്സ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാം. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ്, ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണത്, അതും കൂടെ മിക്സ് ചെയ്ത് വെക്കണം. കേക്ക് ടിന്നിലൊഴിച്ച് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഒരു 45 to 50 മിനിറ്റ്സ് നമ്മൾക്ക് ബേക്ക് ചെയ്യണം. 40 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കണം. ബേക്ക് ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ എടുക്കാവുന്നതാണ്. എടുത്തു കഴിഞ്ഞിട്ട് ഫ്രൂട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റമ്മ് കുറച്ച് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് അത് കഴിഞ്ഞ് നല്ല മുണക്ക് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിയുമ്പോൾ അത് നല്ല പാക്ക് ചെയ്തിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് നല്ല മുണക്ക് അടച്ചു വയ്ക്കണം. അടുത്ത ദിവസം എടുത്തിട്ട് തുറന്ന് അതിൻ്റെ അകത്ത് ഒരു സ്പൂണോളം റം എടുത്ത് അതിൻ്റെ മുകളിൽ ഒഴിച്ച് അതിനെ കുറച്ച് വെറ്റാക്കി വെക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ തന്നെ അടച്ച് ഒരു പാത്രത്തിൽ നന്നായിട്ട് മൂടി വയ്ക്കണം. ഞാനൊരു 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസിൻ്റെ തലേ ദിവസം ഞങ്ങളത് ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്ത് കഴിച്ചു. നല്ല സോഫ്റ്റായിരുന്നു, നല്ല ഉണക്ക്, നല്ല സോഫ്റ്റായിരുന്നു. കടയിൽ നിന്ന് വാങ്ങുന്ന പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റായിരുന്നു. ഇത് ഞാനൊരു യൂട്യൂബ് നോക്കിയിട്ട് ചെയ്ത ഒരു റെസിപ്പിയാണ്. എൻ്റെ സ്വന്തം റെസിപ്പിയൊന്നുമല്ല, യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയ റെസിപ്പിയാണ്. നിങ്ങൾക്കത് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ഒരു റെസിപ്പിയാണ്. താങ്ക് യു.